ഇതൊക്കെ നിനക്ക് പഠിക്കാനാ എന്റെ പ്രിയമുള്ള പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്തിരിക്കുകയാണ്. അലിയാര് തങ്ങൾ മുത്തുനബിയുടെ കൂടെയുണ്ട്. വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ്. പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയ മുത്തുനബിയുടെ തല വെട്ടിമുറിക്കാൻ ഉരി പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ മുഴുവനും വീടിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് എല്ലാ ശത്രുക്കളും ഓരോ വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ വീട് വളർന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു പ്രയാസമുണ്ടാകുമ്പോ, ആദ്യം നീ വിശ്വാസിയാകടാ, ആദ്യം നീ ഈമാനുള്ള മനുഷ്യനാകൂ. പ്രായം കുറെ നിനക്കായില്ലോ, 40, 50, 60 കൊല്ലം കൊണ്ട് മുസ്ലിമായി നിസ്കരിച്ച് ജീവിക്കുന്നവനല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനല്ലേ, നിനക്ക് ഇതുവരെ ഈമാൻ ഉറച്ചില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയേ, ശത്രുക്കൾ വീട് വലയം ചെയ്തിരിക്കുകയാണ് നബിയേ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? അങ്ങ് യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തല്ലേ. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ റബ്ബല്ലേടാ ചങ്ങാതി, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ഖുർആനിലെ ആയത്തോതിയിട്ട് ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി നടന്നു പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും രാത്രി മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, അതാ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്നു, അലിയേ, നിനക്ക് പേടിയുണ്ടോ അലിയേ? ഞാൻ കടന്ന സ്ഥലത്ത് നിനക്ക് കടക്കാൻ കഴിയുമോ? അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് എന്തിനാ നബിയെ പേടിയുള്ളത്? ഞാൻ കടക്കാൻ നബിയോ, ഞാൻ കടക്കാൻ നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ പിടിച്ചു കിടത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ കവാടം തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരുകയാ. ആറ്റം ബോംബായിരുന്നില്ല, AK-47 ആയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണാ വാരിയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരി. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഒറ്റയേറാ. സുബ്ഹാനല്ലാഹ്, ഊരി പിടിച്ച വാളുമായിട്ട് മുത്തുനബിയുടെ വീട് മുഴുവനും വളർന്നിരുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടിയില്ലടാ ചെറുപ്പക്കാരാ. മുത്തുനബി അവന്മാരുടെ കണ്ണിന്റെ മുകളിലൂടെ, അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ നെഞ്ചു വിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടന്നല്ലോ. മുത്തുനബി അവരുടെ കണ്ണിന്റെ മുന്നിലൂടെയല്ലേ ഇറങ്ങിപ്പോയത്? ഒരാള് പോലും ഒന്നും ചെയ്തില്ലല്ലോ, ഒരാള് പോലും കണ്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതല്ലേടാ
പടച്ചറബിനെ വിശ്വസിക്കുന്നവന് പടച്ചറബ് കൊടുക്കുന്ന സഹായമതാ. അള്ളാനെ പേടിച്ച് ജീവിച്ച പടച്ചറബ് പിന്നെ നമ്മളെ കൈവിടൂലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നു? അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നു? അബൂബക്കർ യാ റസൂലല്ലാഹ് ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ചുമലിൽ കേറി നബിയേ, അങ്ങ് നടക്കണ്ട, അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു എന്റെ ചുമലിൽ കേറാറ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, അബൂബക്കർ എല്ലാവരും പോകുന്ന വഴിയിലൂടെ നീ പോകണ്ട, എതിരെയുള്ള വഴിയിലാണ് നടക്കാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകനെ തോളിലേറ്റിയിട്ട് അബൂബക്കർ തങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാ. അല്ലാഹുവേ അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നടന്നുപോയി. അവസാനം ശത്രുക്കൾ അപ്പോഴാണ് അറിയുന്നത്, അവര് തിരഞ്ഞു വരാൻ തുടങ്ങി. എനിക്കും നിങ്ങൾക്ക് ചരിത്രം അറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ അവസാനം ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നല്ലോ. കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, കുടിക്കാൻ വെള്ളമില്ലല്ലോ. അല്ലാഹുവേ അപ്പോഴല്ലേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ ഒരു സഹാബിയെ കണ്ടത്. അവിടുന്ന് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പടച്ചവനെ അതാ ഒരു ചെറിയ ആട്ടിൻകുട്ടി, അല്ലാഹുവേ പാലില്ലാത്ത ഒരാട്ടിൻകുട്ടി. അല്ലാഹുവേ മുത്തുനബി അവിടെന്ന് പറഞ്ഞു കറുക്കാര് ആടിന്റെ ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ അകിടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാല് കൊടുത്ത ചരിത്രമൊക്കെ അറിയുമല്ലോ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ ആ ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോ അതാ ശത്രുക്കൾ അതാ ഗുഹയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ഊരിപ്പിടിച്ച വാളും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാറ്, അബൂബക്കർ ഞങ്ങളെ കൊല്ലാറ്. ശത്രുക്കൾ മുഴുവനും അതാ ഗുഹയുടെ മുകളിൽ ഇരിക്കുമ്പോ അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കുകയാ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കുമ്പോ അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കുകയാണ്, അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അബൂബക്കർ എന്തിനാ നീ പേടിക്കുന്നത്? നബിയേ അവരെങ്ങാണം അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ, അവരുടെ കണ്ണെങ്ങാണമെന്ന് താഴ്ന്നാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബി പറഞ്ഞത്, അബൂബക്കറേ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈമാനുള്ള മുസ്ലിമേ, ഈമാനുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അവന്മാരുടെ കണ്ണ് കാലിലേക്ക് നോക്കണമെങ്കിൽ അല്ലാഹു വിചാരിക്കാതെ, അല്ലാഹു തീരുമാനിക്കാതെ അവർക്കതിന് കഴിയില്ലല്ലോ. അബൂബക്കറെ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ പേടിച്ച് വിറച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ പടച്ചതും അല്ലയല്ലേ, മുടിയെ പടച്ചതും അല്ലയല്ലേ, സർവരെ പടച്ചതും അല്ലയല്ലേ, എല്ലാവരുടെ കാര്യം തീരുമാനിക്കുന്നതും അല്ലയല്ലേ, പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അല്ലാഹു നിനക്ക് പരീക്ഷണം തരുന്നത് നിന്റെ ഈമാൻ അളക്കാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ